ഇത് 8 അടി കഴിഞ്ഞിട്ട് 4 ഇഞ്ച് അടുത്ത് വരുന്നുണ്ട്. അപ്പം ഒരടി എന്ന് പറയുമ്പോൾ 12 ഇഞ്ച്. 12 × 8 12 96 4 100 ഇഞ്ച് ഈ തേക്കുള്ളത്. ഈ രണ്ട് മരങ്ങളുടെ ഇതാ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ കണ്ടെത്തുന്ന ദൂരത്തിലൊരു 30 അടി വരെ ഒരേ വണ്ണം. തൊട്ടിപ്പുറം നിൽക്കുന്ന മറ്റൊരു മരത്തിനും അതേ സ്കീമിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഹായ് ഹലോ നമസ്കാരം, ഞാൻ സീതോഷ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു തേക്ക് കൃഷിയാണ്. അതായത് സമ്പൂർണ്ണ തേക്ക് കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ആയുസ് എന്താണ്? നമുക്കിതൊരു 20 വർഷം അല്ലെങ്കിൽ 25 വർഷം കഴിഞ്ഞാണ് വെട്ടാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന് മാർക്കറ്റ് ഉണ്ടാകുമോ? എന്തുകൊണ്ടാണ് തേക്കിന് ഇത്രയേറെ പ്രാധാന്യമുള്ളത്? ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന കൃഷി എന്തുകൊണ്ടാണ് തേക്ക് കൃഷിയായി മാറുന്നത്? ഇതിന് നമുക്ക് ഒരു വർഷം നമുക്കൊരു 9 ലക്ഷം 10 ലക്ഷം വെച്ചൊരു ഏക്കറിൽ നിന്നുള്ളൊരു ആദായം ലഭിക്കുമോ? അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. നമ്മൾ ഈ സംശയ നിവാരണം ചെയ്യുന്നത് നമ്മുടെ മൂലേച്ചാലിൽ നഴ്സറിയിൽ നിന്നാണ്, പാലായിക്കടുത്താണ്. കേരളത്തിലെ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ തൈ കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത അവരാണ്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ പ്ലാന്റിൻ്റെ ടിഷ്യൂ കൾച്ചർ തൈകളാണ്. എവിടെ നിന്നോ കൊണ്ടുവരുന്ന ഒരു നഴ്സറിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലാബിൽ നിന്നോ കൊണ്ടുവരുന്ന തൈകളല്ല. അവരുടെ മദർ പ്ലാന്റ് കണ്ടു വാങ്ങാം. അതായത് 100 ഇഞ്ച് വണ്ണമുള്ള 35 വർഷം കൊണ്ട് 30 തൊട്ട് 35 വർഷം കൊണ്ട് 100 ഇഞ്ച് വളർന്ന മരത്തിൻ്റെ ടിഷ്യൂ എടുത്ത് വികസിപ്പിച്ച് ചെയ്യുന്ന തൈകളുടെ വിശേഷങ്ങൾ അഥവാ നഴ്സറിയുടെ വിശേഷങ്ങൾ അഥവാ ശരിക്കും എന്താണ് തേക്ക് കൃഷി എന്ന് മനസ്സിലാക്കി തരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് മിസ്റ്റർ റെജി ചേട്ടനെയാണ്. സ്ഥലം പാലായിലാണ്. അതിപുരാതനമായ ഒരു തേക്കിൻ തോട്ടത്തിൻ്റെ ഉടമയാണ്. ഈ തേക്കിൻ തോട്ടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അദ്ദേഹത്തിന് ഒരു നഴ്സറി ഉണ്ട്. കാരണം ഇത്രയും പ്രത്യേകതയുള്ള ഒരു തേക്ക് മരമുള്ളയാൾ അതിൻ്റെ തൈകൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് സമൂഹത്തോട് ചെയ്യുന്നൊരു ദോഷം തന്നെയാണ്. അല്ലേ ചേട്ടായി? അപ്പോൾ ഞാനങ്ങനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മളൊന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ തൈ വികസിപ്പിച്ചെടുത്ത ആളാണ് മിസ്റ്റർ റെജി. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ വിശദമായി പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ കൃഷി രീതികൾ കണ്ട് മനസ്സിലാക്കാം. എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം? നല്ലത് തന്നെ. നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്നത്? എനിക്ക് ഒരു 35 വർഷമായിട്ട് തടിയുടെ ബിസിനസ്സാണ്. 2 യൂണിറ്റ് ഉണ്ട്. തടിയുടെ ബിസിനസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ മില്ലാണോ അതെയോ എക്സ്പോർട്ടിങ് എന്താണ്? തടി മില്ലും ഉണ്ട്, നമ്മൾ എക്സ്പോർട്ടും ഉണ്ട്. മെയിനായിട്ട് നമ്മളിവിടെ എല്ലാ റബ്ബർ തേക്കും എല്ലാം എടുക്കുന്നുണ്ടോ അതെയോ എന്തെങ്കിലും പർട്ടിക്കുലർ കനമരങ്ങളാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്? റബ്ബർ ചെയ്യാറില്ല. അത് പെരുമ്പാവൂർക്കാർക്ക് വിട്ടുകൊടുത്തു. തീർച്ചയായും. അല്ലേ? അപ്പോൾ നമ്മുടെ മില്ലിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? ലീവേ ടിമ്പർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. പ്ലാസ്നാൽ അല്ലേ? പിന്നെ നമുക്ക് ലീവേ ഇൻഡസ്ട്രീസ് കേരള ടിമ്പേഴ്സ് എന്ന് പറഞ്ഞ കടുത്തുരുത്തിലൊരു യൂണിറ്റ് ഉണ്ട്. ഓക്കെ, മൊത്തം 2 യൂണിറ്റുകളാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഉഡൻ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് വിസ്ത ഉഡൻ ഫ്ലോറിംഗ് എന്നും പറഞ്ഞ് നമുക്കൊരു യൂണിറ്റ് ഉണ്ട്. അങ്ങനെ സ്ഥാപനങ്ങൾ. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഈ നമ്മളൊന്ന് പരിചയപ്പെടുന്ന തേക്ക് കൃഷിയാണല്ലോ. നമുക്കിവിടെ എത്ര വർഷമായ തേക്ക് മരങ്ങളാണ് നമുക്കിവിടെ ഈ കാണുന്നത്? ഇത് ശരിക്കും 2ാം തലമുറയാണ് ഇപ്പം നിൽക്കുന്ന തേക്കുകൾ. ഓക്കെ. ആദ്യത്തെ തലമുറ എന്ന് പറയുമ്പോൾ ഒരു 35 വർഷം മുമ്പ് അത് വെട്ടിപ്പോയി. എന്തോ ആവശ്യത്തിന് വീട്ടിലെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ഫാദറായിട്ട് അത് മുറിച്ച് മാറ്റി. ഓക്കെ. അത് മുറിച്ച് ഈ വീട് പണി അതിന് ശേഷമുള്ളതാണോ അതിന് മുമ്പുള്ളതാണോ? ഇതിനു വേണ്ടി വെട്ടിയതാണോ? ഈ വീടിന് ഏതാണ്ട് ഒരു 90 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള കാരണന്മാർ വെട്ടിയതാണ്. തീർച്ചയായും. ഓക്കെ. അപ്പോൾ 35 വർഷങ്ങൾക്ക് മുമ്പ് വെട്ടിപ്പോയ മരത്തിൻ്റെ കുറ്റിയിൽ നിന്നുമുള്ള തൈകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. കുറ്റിയിൽ നിന്നല്ല, അത് വെട്ടിപ്പോയപ്പം നന്നായിട്ട് ഇവിടെ വെളിച്ചം വന്നു. ആ വെളിച്ചം വന്നപ്പം അവിടെ കിടന്ന കായ്കൾ അത് സ്വാഭാവികമായിട്ട് കിളുത്ത് വന്ന് ഉണ്ടായ മരങ്ങളാണ് ഈ നിൽക്കുന്ന മരങ്ങൾ. നമുക്ക് ഈ മരങ്ങൾക്ക് അപ്പോൾ നമ്മുടെ ഈ കാണുന്ന മരങ്ങൾക്ക് 35 വർഷത്തെ പ്രായമാണ് ചേട്ടായി പറയുന്നത്. ഏതാണ്ട് എല്ലാം പിന്നെ പല കാലഘട്ടങ്ങളിൽ വളർന്നു വന്നതുണ്ട്. എന്നാലും ആവറേജ് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു നമ്പർ പറയാം. നമ്മൾ അന്ന് വെട്ടിയതിന് ശേഷം ഈ തേക്ക് വെച്ചതിന് ശേഷം ഇവിടെ മറ്റെന്തെങ്കിലും കൃഷി ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതായത് ഇവിടെ തേക്ക് മാത്രമായിട്ട് നിലനിൽക്കുകയാണോ ചെയ്തത് അതെയോ എന്തെങ്കിലും അതിൻ്റെ ഇടവിളയായിട്ടോ അതോ തേക്ക് വളർന്നതിന് ശേഷം? ഒരു മരങ്ങളും അതിൻ്റെ ഇടയ്ക്ക് മുറിച്ച് കളഞ്ഞിട്ടില്ല. പല ജാതി മരങ്ങൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒരിടത്തിൽ ഏതാണ്ട് ഒരു 4 ഏക്കറോളം പൂർണ്ണമായിട്ടും മരങ്ങൾ മാത്രമാണ് നിൽക്കുന്നത്. അപ്പം അത് പ്രത്യേകിച്ച് അതിന് മുറിച്ച് മാറ്റി തേക്ക് തന്നെ സംരക്ഷിച്ചിട്ടില്ല. എല്ലാം ഒരുപോലെ വളർന്നു വരുന്നുണ്ട്. തേക്ക് കൂടുതലായിട്ട് വളർന്നു വന്നു. ഓക്കെ. നമുക്കിപ്പോൾ ഈ ഒരു പ്രായമെത്തിയ എത്ര മരങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്?
ഏതാണ്ട് പൂർണ്ണ വളർച്ച മീൻസ് നല്ല ഗ്രോത്തുള്ള മരങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 80ഓളം മരങ്ങൾ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം, പൈസയ്ക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണോ ഇത് വെട്ടാത്തത്? കാരണം സാധാരണ ഒരു 60 ഇഞ്ചിനാണല്ലോ നമ്മൾ തേക്ക് വെട്ടേണ്ടത്. അത് ദോഷ പറയുവാണെങ്കിൽ കാര്യം ഞാൻ മരവ്യാപാരിയാണ്, പല പറമ്പുകളിൽ മരങ്ങൾ ഞാൻ വെട്ടാറുണ്ട്. എന്നാലും നമ്മുടെ പറമ്പിലെ മരങ്ങൾ വെട്ടാൻ ഒരു മടിയാണ്. കാരണം മരത്തിനോട് അങ്ങനെ വേറെ രീതിയിൽ പറയുമ്പോൾ ഒരു സ്നേഹം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു ഉദ്യമം എടുത്തത്. അതെ, അത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഇത് തന്നെയല്ല ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. മീൻസ് കർഷകൻ ഒരു മരവും ചെറുപ്പത്തിലെ വെട്ടിക്കളയരുത് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതായത് നമുക്കറിയാം, ഇപ്പം മഹാഗണി, ആഞ്ഞിലി മുതലായ മരങ്ങൾ ആൾക്കാർ വ്യാപകമായിട്ട് വില കുറവാണെന്ന് പറഞ്ഞ് വെട്ടിക്കളയുന്നുണ്ട്. ഒരു കാരണവശാലും അതൊന്നും വെട്ടിക്കളയരുത്. ഒരു കാലഘട്ടത്തിൽ വിലയില്ലെങ്കിൽ അത് വളർന്നു വരുന്ന മറ്റൊരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അതിനൊരു വില നമുക്ക് ലഭിക്കും. ഓക്കെ. അപ്പോൾ ചേട്ടാ, മറ്റൊരു ചോദ്യം, നമുക്കിവിടെ ഇതിന് ഇടവേളയായി ചേട്ടാ ഇവിടെ പ്ലാവ്, കൊക്കോ പലതും കൃഷി ചെയ്ത് നോക്കി. അതായത് തേക്കിൻ തോട്ടിൽ പലതും കൃഷി ചെയ്ത് ഇതിൽ ഏറ്റവും സക്സസ് ആയിട്ട് തോന്നിയത് എന്താണ്? ഞാൻ പലതും നോക്കിയിട്ട് എനിക്കിപ്പം ഇവിടെ ഇപ്പോഴത്തെ കാലാവസ്ഥയും അങ്ങനെ ഉള്ള കാലാവസ്ഥയുടെ വ്യതിയാനമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിത് പ്ലാവാണ് എനിക്ക് ഏറ്റവും ഒരു മുൻഗണന കൊടുക്കാനായിട്ട് തോന്നുന്നത്. കാരണം പ്ലാവ് ശരിക്കും പ്ലാവ് പുഷ്പിക്കുന്നത് ശരിക്കും വേനൽക്കാലത്താണ്. അപ്പം ഇടവിളയായിട്ട് തേക്ക് ഇല കൊഴിയുന്ന സമയം എന്ന് പറയുന്നത് വേനലാണ്. അപ്പോൾ അത് വെച്ച് ഞാൻ നോക്കിയിട്ട് ഇത് പ്ലാവ് പുഷ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല. ഇടവിളയായിട്ട് പിന്നെ പ്ലാവിന് ഒരു പ്രത്യേകതയുണ്ട്, നമുക്കത് മനസ്സിലാക്കാം. ഏത് വേനലിനെയും പ്ലാവ് അതിജീവിക്കും. തേക്ക് പോലെ തന്നെ പ്ലാവും അതിജീവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പ്ലാവാണ് ഞാനിപ്പം കർഷകർക്ക് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇതിൽ നിന്നൊരു റെഗുലറായിട്ടുള്ള ഒരു ഇൻകം ലഭിക്കും അത് പ്ലാവിൽ നിന്ന്. തീർച്ചയായിട്ടും 2-3 വർഷത്തിൽ കായ് കിട്ടുന്ന രീതിയിലുള്ള ഇപ്പം ബഡ് പുതിയ അങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ ഏത് വെറൈറ്റി പ്ലാവുകളാണ് നമ്മളിവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പം ഞാൻ 1-2 പുരയിടത്തിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തും ബഡ് ചെയ്തും എടുപ്പിച്ചിട്ടുണ്ട്. ഈ കൊല്ലം തൊട്ട് കുറച്ച് തൈകൾ നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും. തേക്കും തൈയുടെ ഒപ്പം തന്നെ നമ്മൾ പ്ലാവും തൈകളും കൊടുക്കുന്നു. അതെ, പല വെറൈറ്റി ഞാനൊരു 10-15 വെറൈറ്റി പ്ലാവുകൾ വെച്ച് നോക്കി. അതിലിപ്പം കായ്ക്കുന്ന ഒരു 2 വെറൈറ്റി ഉണ്ട്. അത് നമ്മൾ സപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിത് ശരിക്കും എത്ര വർഷം കൊണ്ടാണ് ഇപ്പം നമ്മളൊരു സാധാരണ ഒരു കർഷകൻ ഒരു തേക്കും തൈ വെച്ച് കഴിഞ്ഞാൽ അത് കുരുമുളപ്പിച്ചതാകട്ടെ ടിഷ്യൂ കൾച്ചർ ആവട്ടെ, ഏത് തൈകളാണ് വെച്ചിട്ട് എത്ര വർഷം കൊണ്ടാണ് നമുക്കിത് വെട്ടാൻ പറ്റുന്നത്? തേക്കിനെ സംബന്ധിച്ച് ഇപ്പം പറയുന്നത് നമുക്കറിയാം, കൂപ്പ് ഫോറസ്റ്റ് തേക്കുകൾ അവരത് മുറിക്കുന്നത് ഏതാണ്ട് ഒരു 45 വർഷം കാലാവധിയിലാണ് മുറിക്കുന്നത്. 45 വർഷം. അതെ. പക്ഷേ നമ്മൾ കർഷകനെ സംബന്ധിച്ച് ആ ഒരു കാലാവധി നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമായ കാര്യമല്ല. അല്ല, കൂടുതൽ ആൾക്കാർ മകളെ കെട്ടിക്കാനും മകളുടെ പഠനം അങ്ങനെയുള്ള മക്കളുടെ പഠനം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീട് വെപ്പിനൊക്കെയാണ് സാധാരണ ഒരു മരോ അല്ല എന്തെങ്കിലും ഒരു പ്രതീക്ഷ വയ്ക്കുന്നത്. തീർച്ചയായും. ഞാനൊരു 20 വയസ്സിൽ വെച്ചിട്ട് 45 വർഷം 65 വയസ്സിൽ പിന്നെ എന്താക്കാനാണ്? അതെ, അതുകൊണ്ട് ഞാനിപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫോറസ്റ്റിന് അവർക്ക് എപ്പോഴും ഒരു 45 വർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് അത് അടുപ്പിച്ച് വെച്ചിട്ട് അത് കടകളൊക്കെ ആയിട്ട് മുറിക്കും. കടകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ട് കാലത്ത് ഇലക്ട്രിക് പോസ്റ്റും അങ്ങനെയൊക്കെ ഉള്ളത് ചെറിയ വണ്ണം കുറഞ്ഞ മരങ്ങൾ അവർക്ക് മതി. ആ ഒരു കൺസെപ്റ്റും ഉണ്ട്. ഒപ്പം അത് തിൻ ചെയ്യുമ്പോൾ ഫെല്ല് ചെയ്യുമ്പോൾ അവരത് വളരെ അകലത്തിൽ മരങ്ങൾ നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ കർഷകനെ സംബന്ധിച്ച് നമുക്കത് പ്രായോഗികമല്ല. നമുക്കൊരു 20-25 വർഷത്തിനുള്ളിൽ ഒരു ഇൻകം, നമ്മുടെ ഒരു ആയുസ്സിൽ ഒരു ഇൻകം കിട്ടണം. അപ്പം നമുക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കത് വളർത്തേണ്ട രീതിയിൽ തന്നെ വളർത്തണം. ഏത് വിളയാണെങ്കിലും നമുക്ക് എത്ര വളരുന്നതാണെങ്കിലും കൃഷി ചെയ്തിട്ട് കാര്യമില്ല, ലാഭം ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും അതും കൂടെ വേണം. അതുകൊണ്ട് നമുക്ക് ഒരു 20 വർഷത്തിൽ അല്ലെങ്കിൽ ഒരു 25 വർഷത്തിന് അപ്പുറം പോകാതെ നമുക്കൊരു ഇൻകം കിട്ടണമെങ്കിൽ അത് പരിപാലിച്ച് തന്നെ വളർക്കുക തന്നെ വേണം. ഓക്കെ. അപ്പോൾ നമുക്കൊരു എത്ര വർഷം 20-25 വർഷം കൊണ്ട് നമ്മൾ ഈ പറയുന്ന 60 ഇഞ്ച് അച്ചീവ് ചെയ്ത് നമുക്ക് മുറിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം മറ്റേ പോലെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്, എത്ര നല്ല തൈകളാണെങ്കിലും നമ്മളൊരു കുറച്ച് ശ്രദ്ധ അതിൽ ചെലുത്തിയാലേ നമുക്ക് അത് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മളത് 1-2 വർഷം അതിൻ്റെ ബാലാരിഷ്ടത കഴിയുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ച് ഒരു 20 അടി ഹൈറ്റിലേക്ക് ആക്കി വിടുവാണെങ്കിൽ പിന്നെ നമുക്കത് 20 അടി ഹൈറ്റ് എത്ര വർഷം കൊണ്ടാവും നമ്മുടെ ഈ ബാലാരിഷ്ടത മാറാൻ? എത്ര നാൾ? എൻ്റെ മരങ്ങൾ 2 വർഷത്തിനുള്ളിൽ 20 അടി ഹൈറ്റ് ആകും. 2 വർഷം കൊണ്ട്. ഓക്കെ. അപ്പോൾ 2 വർഷം കൊണ്ട് 20 അടി ആകുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, ഒരു കുരുമുളക് കർഷകനെ സംബന്ധിച്ചുള്ള അത് വളരെ ഈസിയാണല്ലോ, വളരെ നല്ലൊരു തീരുമാനമാണല്ലോ. അത് പോസിബിളാണോ?
തേക്കിൽ കൊടിയിടുന്നതിനോട് യോജിക്കുന്നുണ്ടോ? തേക്കിലെ കൊടിയിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മൾ തേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ തടികളിൽ നമുക്കറിയാം, തേക്കിന് ഇപ്പോൾ ഇവിടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു രോഗം എന്ന് പറയുന്നത് കണ്ണൻകുത്തെന്ന് പറയുന്ന ഒരു വണ്ടിൻ്റെ ശല്യമാണ്. പലർക്കും അതറിയത്തില്ല. നമ്മുടെ തേക്ക് ചെതലരിച്ച പോലെ അതിൻ്റെ തടി നമുക്ക് കാണാം. അപ്പം ആൾക്കാർ ഇതെന്നാണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ശരിക്കും അത് ഒരു പ്രാണിയാണ്, ഒരു വണ്ടാണ്. അത് തുളയ്ക്കും. ഈ തേക്കിൻ്റെ അട്ടക്കാല് കയറി ഇതിൻ്റെ കുരുമുളകിൻ്റെ കുരുമുളകിൻ്റെ അട്ടക്കാല് കയറി ഇതിൻ്റെ തൊലി പൊട്ടിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഈ പ്രാണിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അത് പലരും മനസ്സിലാക്കുന്നില്ല. ബേസിക്കലി ശാസ്ത്രീയമായിട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുരുമുളക് എപ്പോഴും ഒരു ഓവർ ഷെയ്ഡ് ആയാൽ നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് തേക്കിൻ്റെ ഇടയ്ക്ക് കുരുമുളക് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു 25 വർഷം കൊണ്ട് ഒരു മരം മുറിക്കുകയാണ് എങ്കിൽ ഇന്നത്തെ വില 100 രൂപയാണെങ്കിൽ ഡെഫിനറ്റ്ലി 25 വർഷം കഴിയുമ്പോൾ എങ്ങനെയായാലും ഇതൊരു 300 രൂപയുടെ മുകളിൽ, 3 ഇരട്ടി അല്ല. കാരണം 10-25 വർഷത്തെ പുറകിലത്തെ വില കൂട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ വിലയായിട്ട് പക്ഷേ അത് പറയുകയാണെങ്കിൽ ഞാൻ വ്യാപാരം തുടങ്ങുന്നത് ഏതാണ്ട് എൻ്റെ 16ാമത്തെ വയസ്സിലാണ്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഫാദറായിട്ട് ഇവിടെ നിൽക്കുന്ന മരങ്ങൾ വെട്ടി അത് ആന വലിക്കുന്നതും അതുപോലെ തന്നെ അത് ലോഡ് ചെയ്യുന്നതും അതൊക്കെ എനിക്ക് കൗതുകമുള്ളൊരു സംഗതിയായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ആ കൊല്ലം തന്നെ ഞാൻ ഒരു പ്രായമായ, അന്ന് ഞാൻ ചെറുപ്പമാണ്, അപ്പം എന്നെ പല വീടുകളിലും ചെന്ന് കഴിഞ്ഞാൽ ഈ പയ്യൻ പൈസ തരുമോ എന്നൊക്കെ ഒരു സംശയമുള്ളതുകൊണ്ട് ഇവിടെ കച്ചവടം മുടിയേക്കുന്ന നരപ്പിച്ചാൽ ചിലപ്പോൾ ചോദിക്കും ഈ പയ്യൻ പൈസ തരുമോ. ശരിക്കും ആ ഒരു കൺസെപ്റ്റിൽ ഒരു പ്രായമായ ഒരു ചേട്ടനായിട്ട് ഞാൻ ഈ 16ാമത്തെ വയസ്സിൽ ഞാൻ ബിസിനസ് തുടങ്ങിയതാണ്. അന്ന് ഞാൻ കച്ചവടം തുടങ്ങുമ്പം തേക്കിന് ഇഞ്ചിന് 3 രൂപയാണ് വില. ഇന്ന് തേക്കിന് വില 40, 50, 60 രൂപ ഇഞ്ചിന്. ഞാനിപ്പോൾ ഇഞ്ചിൻ എന്ന് പറയുമ്പം പലർക്കും ഈ തേക്കിൻ്റെ ഇഞ്ച് കണക്ക് എന്നാണെന്ന് അറിയത്തില്ല. ഞാനത് വിശദീകരിക്കാൻ സമയമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് 60, 50, 40, 30, 20 ഇങ്ങനെ ഗ്രേഡ് തിരിച്ചാണ് തേക്കിന് വില. ആ ഓരോ ഗ്രേഡിനും അതിൻ്റെ ഇഞ്ചിന് വിലയാണ്. മീൻസ് ഇപ്പോൾ 20 ഇഞ്ചിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 3 രൂപ അല്ലെങ്കിൽ 30 രൂപ വിലയാണെങ്കിൽ 30 × 20 അതായത് 600 രൂപയാണ് ആ ഒരു തേക്കിൻ്റെ വില വരുന്നത്. 30 ഇഞ്ചിൻ്റെ വില എന്ന് പറയുമ്പം 30 × 30 900 രൂപ വരും. അങ്ങനെ ആ ഒരു ഗ്രേഡിന് ഓരോ വിലയാണ്. മനസ്സിലായി. അതായത് ഇതിൻ്റെ വണ്ണത്തിനനുസരിച്ച് ഗ്രേഡ് കൂടും. റൈറ്റ്. ഓക്കെ. അത് കാതൽ മാത്രമാണ് അളക്കുന്നത്, തടി മുഴുവൻ അളക്കും? ഇല്ല, തടി തൊലിപ്പുറമാണ് അളക്കുന്നത്. എന്നിട്ട് നമുക്ക് തൊലിക്ക് ഒരു അലൗൺസ് നമ്മൾ കൊടുക്കും. അത് ഞാൻ ഞാൻ വിശദീകരിച്ച് തരാം. നമുക്കൊരു തടിയുടെ ചുവട്ടിലോട്ട് പോകുമ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം വീണ്ടും സിമ്പിളായി എൻ്റെ ചോദ്യത്തിൽ നിന്ന് സ്കിപ്പായെന്ന് തോന്നുന്നു. അതായത് നമുക്ക് 25 വർഷമായ ഒരു തേക്കിൽ നിന്നും, അതായത് ഇപ്പോൾ ഈ 2024 വെച്ച ഒരു തേക്ക് 25 വർഷം കഴിഞ്ഞ് വെട്ടുമ്പോൾ ആ ഏകദേശം നമുക്ക് എത്ര രൂപ അതിൽ നിന്നും പ്രതീക്ഷിക്കാം? സിമ്പിളായിട്ട്, വലിയ വിഷയമൊന്നുമില്ല, സിമ്പിളായിട്ട്. ഇപ്പം നമുക്ക് ഒരു തേക്കിൽ നിന്ന് പറയുമ്പോൾ അതിൻ്റെ വളർച്ച അനുസരിച്ചാണല്ലോ. ഞാനൊരു 200 മരമാണ് ഒരു ഏക്കറിൽ ഞാൻ വെക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. എത്ര അടിക്കാണ് നമ്മൾ വെക്കേണ്ടത്? നമ്മൾ 14-15 അടി അകലത്തിൽ റബ്ബറിൻ്റെ ഒരു സ്പേസിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ഇടവിളയായിട്ട് നമുക്ക് അതിൻ്റെ നടുക്കൊരു പ്ലാവ് വെക്കുക. അപ്പം സ്പേസിംഗ് ഉണ്ടെങ്കിൽ പ്ലാവ് വളരാനുള്ള സൺലൈറ്റും മറ്റും കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അകത്തിയാണ് വെപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളുണ്ട്. കൂപ്പ് ഫോറസ്റ്റ് തേക്ക് വെക്കുന്ന പോലെ അടുപ്പിച്ച് വെക്കുമ്പം നമുക്കത് അതിൻ്റെ വേരുകൾ ജോയിൻ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും വളം ഉള്ള മനുവർ എടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അടുപ്പിച്ച് വെച്ചാൽ. അതുകൊണ്ട് ഞാൻ അകത്തി വെച്ചിട്ട് ആ 200 മരവും ഒരുപോലെ സംരക്ഷിക്കാനാണ് ഞാനൊരു നിർദ്ദേശം കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്താൽ നമുക്ക് കാണാം, ഇപ്പം ഇവിടെ ഞാനൊരു 300ഓളം തൈകൾ എൻ്റെ വീടിന് ചുറ്റിലും വെറുതെ കിടന്ന സ്പേസിൽ അത് തെളിച്ചിട്ടാണ് ഇത് ഞാനിത് തുടങ്ങിയപ്പോൾ അത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണാം. ആ മരങ്ങൾ പല രീതിയിലാണ് വളർന്നു വന്നിരിക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എല്ലാം യൂണിഫോമെന്ന് ഞാൻ പറയല. അതാ നിൽക്കുന്ന ഒരു മരം എപ്പോഴും വളരുന്നത് അതാ നിൽക്കുന്ന മണ്ണിൻ്റെ അത് നിൽക്കുന്ന ഹൈറ്റും എലവേഷനും ഒക്കെ അനുസരിച്ചാണ് മരം വളരുന്നത്. നമുക്ക് അറിയാം, ഇപ്പം സഖ്യപർവ്വതം മീൻസ് വെസ്റ്റേൺ ഗട്ട്സ് നമ്മൾ പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതങ്ങളിലൊന്നിൽ താഴ്വാരങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മണ്ണിനും ക്ലൈമറ്റിനും ഒരു പ്രത്യേകതയുണ്ട്.
അത് ഓരോ ഏരിയ അനുസരിച്ചുള്ള വ്യത്യാസമുണ്ട്. എനിക്കറിയാം, ഞാൻ പലപ്പോഴും തേക്ക് മുറിക്കുമ്പോൾ ഓരോ ഏരിയയിലെ തേക്കിനും ഗ്രെയിൻസ് മീൻസ് അത് ഫോം ചെയ്യുന്ന ഇയർലി റിങ്സ് എന്ന് പറഞ്ഞ് ഓരോ വർഷത്തെ ആ ഇയർലി റിങ്സ് വന്നിട്ട് ഗ്രെയിൻസ് എന്ന് പറയും. നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അത് ഡിസൈൻ എന്ന് പറയും. അപ്പോൾ ഓരോ ഏരിയയിലും ആ ഡിസൈൻ വ്യത്യാസപ്പെട്ടാണ് വരുന്നത്. അത് മനസ്സിലായി. അതുകൊണ്ടാവാം നിലമ്പൂർ തേക്കിന് ഇത്രയധികം ഡിമാൻഡ്. റൈറ്റ്, അതെ. ഓക്കെ. അപ്പോൾ വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. 25 വർഷം കൊണ്ട് ഒരു തേക്കിൽ നിന്ന് എത്ര രൂപ കിട്ടും? നമ്മൾ ഒരു ഇപ്പോൾ ഉള്ള രൂപയുടെ ഒരു ഡിവാല്യൂഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അന്ന് ഞാനൊരു കൃത്യമായ കണക്കാണ് ഞാൻ തരുന്നത്. അന്ന് 3 രൂപ, ഞാൻ കച്ചവടം തുടങ്ങിയപ്പോൾ തേക്കിന് 3 രൂപയാണ് ഇഞ്ചിന് വിലയെങ്കിൽ, ഈ 35 വർഷം അല്ലെങ്കിൽ 30-35 വർഷത്തിനുള്ളിൽ നമുക്കത് 45 രൂപ 50 രൂപയായിട്ട് ഇഞ്ചിന് വില വന്നു. അപ്പോൾ ഈ വില വ്യത്യാസം കൂടെ നമ്മൾ കണക്ക് കൂട്ടും. അപ്പം ഇപ്പോൾ ഒരു തൈ വെച്ചാൽ ഞാൻ ആ വില വ്യത്യാസം ഞാൻ പറയുന്നില്ല, അത് ഡബിളോ അതിൽ കൂടുതലോ ഏകദേശം ഇപ്പം നമുക്ക് ഏകദേശം 10-20 ഇരട്ടിയോളം വന്നിട്ടുണ്ട്. ശരിക്കും വന്നിട്ടുണ്ട്. സ്വർണത്തിൻ്റെ ആ ഒരു വ്യത്യാസം വരുന്ന പോലെ തന്നെ തേക്കിലും വുഡിലും വരുന്നുണ്ട്. ഇപ്പോൾ ഈ മറ്റ് സോഫ്റ്റ് വുഡ്, അതേപോലെ തന്നെ സിന്തറ്റിക് വുഡ്സ്, ഇതിൻ്റെ എല്ലാം കടന്നു കയറ്റം നമ്മുടെ തേക്കിൻ്റെ വിലയെ ബാധിക്കാനൊരു സാധ്യതയുണ്ടോ? ലിതോഷേ, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മരം ഒരു അവസാന വാക്കാണ്. അത് മനുഷ്യകുലത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരും മരം കാണും. ഞാനത് വ്യക്തമായിട്ട് ഞാനൊരു കാര്യം ഇപ്പം ലിതോഷ ആ ചോദ്യം ചോദിച്ചത് നന്നായി. കാരണം ഞാനത് പറയാൻ ഒരു അവസരം അല്ലെങ്കിൽ കിട്ടിയിരുന്നിരിക്കുകയില്ല. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോഴത്തെ പുതിയ എൻജിനീയർഡ് വുഡ് എന്ന് നമ്മൾ പറയും, പുതിയ മരങ്ങൾ നമ്മൾ കബോർഡ്, അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ വീടിനുള്ളിൽ നമ്മൾ കിടക്കുന്ന റൂമുകളിലെല്ലാം വെക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് മരം ഉപേക്ഷിച്ചിട്ട് ഈ എൻജിനീയർഡ് വുഡാണ് വെക്കുന്നത്. ഈ എൻജിനീയർഡ് വുഡിലുള്ള ടോക്സിൻസ് നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കുക. വാട്ട് ആർ ദ ടോക്സിൻസ് ഇൻ എൻജിനീയർഡ് വുഡ്സ് എന്ന് നിങ്ങൾ അടിച്ചു നോക്കുമ്പം അത് കൃത്യമായിട്ട് മനസ്സിലാകും എന്തുമാത്രം വിഷം ആണ് നമ്മൾ വലിച്ച് ഓരോ ദിവസവും കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യപ്പെടാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ഈ പറയുന്ന സിന്തറ്റിക് വുഡ്സ് ആണ്. അതെ. അപ്പം ഞാനിപ്പം അമേരിക്കയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സീറോ എമിഷൻ ഗ്യാസ് പോളിസി അവിടെ. അപ്പോൾ ആ സീറോ എമിഷൻ ഗ്യാസ് പോളിസി വെച്ചിട്ട് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കും. പക്ഷേ നമുക്കിവിടെ അതിനുള്ള ഒരു സാഹചര്യമില്ല. എല്ലാവരും എന്തൊക്കെ ഇട്ടുണ്ടാക്കിയാലും അതെല്ലാം നമ്മൾ മേടിച്ച് വിലക്കുറവ് നോക്കി നമ്മൾ ഉപയോഗിക്കുക ചെയ്യുന്നത്. ഇത് ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കരുത്. ഞാൻ എടുത്തു പറയുകയാണ്, ഈ രോഗങ്ങൾ വരുന്നതിൻ്റെ ഉള്ള ഒരു പ്രധാന കാരണം ക്യാൻസർ പോലെയും അല്ലെങ്കിൽ ഏത് രോഗങ്ങളാണെങ്കിലും ഇതിനൊരു പ്രധാന ഘടകം ഇപ്പോഴത്തെ ഈ ആധുനിക മെറ്റീരിയൽസ് നമ്മൾ വീടിനുള്ളിൽ കയറ്റുന്നതാണ് പ്രശ്നം. അത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും, ഇപ്പോൾ തേക്ക് വേണമെന്നില്ല, തേക്കിന് വില കൂടുതലാണെങ്കിൽ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരം, ഏത് മരമാണെങ്കിലും നിങ്ങൾ കബോർഡുകൾ ഉണ്ടാക്കുന്നതും മറ്റു ഫർണിച്ചർ ഉണ്ടാക്കുന്നതും അതാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പകുതി അസുഖങ്ങൾ മാറും എന്നാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, പഴയ കാലത്ത് നമുക്ക് അറയും നിരയൊക്കെ ഉള്ള വീടുകളിൽ വസിച്ചിരുന്ന കാരണവന്മാർക്ക് ഒരസുഖം ഉണ്ടാകാറില്ലായിരുന്നു. ജീവിതശൈലി രോഗങ്ങൾ തീർച്ചയായിട്ടും. അതിന് ഒരു കാരണവശാലും മരം നമ്മൾ ഉപേക്ഷിക്കരുത്. കബോർഡുകളൊക്കെ ഉണ്ടാക്കുന്ന മഹാഗണി, പലപ്പോഴും ഞാൻ ഒരു മരത്തിനെ ഞാൻ തള്ളി പറയുന്നില്ല, ഞാൻ തേക്ക് മാത്രമല്ല പറയുന്നത്, മഹാഗണി നല്ല മരമാണ്. ലോകം മുഴുവൻ പ്രശസ്തമായ ഒരു മരമാണ് മഹാഗണി. എനിക്കറിയാം, അമേരിക്കയിൽ ഏറ്റവും ഡിമാൻഡുള്ള മരം നമ്മുടെ തേക്കും മഹാഗണിയാണ്. മഹാഗണി ഒട്ടും പുറലോട്ടല്ല. പക്ഷേ ഇപ്പം വില കുറവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കർഷകൻ വ്യാപകമായിട്ട് അത് വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അത് റബ്ബറിൻ്റെ ഉപയോഗം പോലെ തന്നെ അത് പീലിങ്ങിന് വേണ്ടിയിട്ടും പ്ലൈവുഡിന് വേണ്ടിയിട്ടുമൊക്കെ ഈ മഹാഗണി ഉപയോഗിക്കുന്നുണ്ട്. അത്രയും വളർന്നു കിട്ടാൻ, ഒരു മരം വളർന്നു കിട്ടിയേച്ച് അത് 30 ഇഞ്ചാകുമ്പോൾ വെട്ടി നശിപ്പിക്കരുത്, അത് സംരക്ഷിക്കുക തന്നെ ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക്. വീണ്ടും എൻ്റെ ചോദ്യത്തിൽ നിന്ന് നമ്മൾ ഉത്തരം വന്നില്ല. അതായത് ഒരേക്കറിൽ 200 മരത്തിൻ്റെ വില 25 നമ്മൾ വെച്ചതിന് ശേഷം ഇപ്പോഴത്തെ വില വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ബേസ് എല്ലാം ഞാനൊന്ന് പറഞ്ഞു വരിക ചെയ്തത്. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ഒരു മരം ഇത്ര രൂപയ്ക്കാകും എന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുന്നില്ല. കാരണം അത് അവരവർ വളക്കുന്ന പോലെ ഇരിക്കും. ഏത് നല്ല സാധനവും ലിതോഷനറിയാം, നിങ്ങൾ ഒരുപാട് ഫീൽഡുകളിലൂടെ പോകുന്നതാണ്, അവർ വളക്കുന്നതനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ ഒരു വളർച്ച. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല വിത്തുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അവർ വളക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ചാണ് അതിൻ്റെ മൂല്യം വരുന്നത്. എന്നാലും ഞാൻ അതിനൊരു ആവറേജ് ഒരു വില ഞാൻ പറയാം. ശരിക്കും നമുക്ക് 1 ഇഞ്ച് മീൻസ് ഞാൻ പറഞ്ഞ ഇഞ്ചിനാണ് വിലയെന്ന്. അപ്പോൾ നമുക്കൊരു ഒരു കൊല്ലം ഒരു മരം
എന്തേരം ഗർത്ത് വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ മരങ്ങൾ ഇവിടെ നിൽക്കുന്ന മരങ്ങൾ ഇപ്പോൾ 7 വർഷം കഴിഞ്ഞ മരങ്ങൾ അതിൻ്റെ 8ാം വർഷത്തിലേക്ക് വരുമ്പോൾ 40 ഇഞ്ച് വരെ വന്ന ടിഷ്യൂ. ഓക്കെ, ഈ മരങ്ങൾ ഇപ്പോൾ 7 വർഷം മുൻപ് വെച്ചാണ്, ഇതിപ്പോൾ 40 ഇഞ്ച് ഏകദേശം അടുത്തടുത്ത് വളവ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 7 വർഷം കൊണ്ട് 40 ഇഞ്ച് എന്ന് പറയുമ്പോൾ 1 വർഷം 10 ഇഞ്ച് കൂടുതൽ വളരുന്നുണ്ട്. ഇല്ല, അതല്ല, 770 വരും, പകുതിയേ വളരുന്നുള്ളൂ. റൈറ്റ്. അപ്പം ഞാനിപ്പോൾ അത്ര ഒന്നും ഞാൻ കർഷകരെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല. ശരിക്കും നമുക്കൊരു 3 ഇഞ്ച് കണക്ക് കൂട്ടി നിങ്ങൾ വളർത്താൽ മതി. എന്നാലും നമുക്കൊരു 10 വർഷം കൊണ്ടൊരു 30 ഇഞ്ച് അല്ലെങ്കിൽ 20 വർഷം ഇതിൻ്റെ സർക്കംസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഈ 5 ഇഞ്ച് വളരെയല്ല. മനസ്സിലായി. ഞാനിപ്പം ഈ ഇപ്പം ഞാനിത് അളന്ന് കാണിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത്ര മണ്ണം ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പം സർക്കംസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഇയർലി റിങ്സ് വളർന്ന് അങ്ങനെ നമുക്കൊരു കമ്പാരിസൺ ഉണ്ട്. ഇത് നമുക്ക് 7 വർഷമായ മരം നമുക്ക് ഈ ഒരു വളർച്ച കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് 35 വർഷമായ മരത്തിൻ്റെ അളവ് എന്ന് പറയുന്നതും ഏകദേശം എത്ര ഇഞ്ച് ഉണ്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം. അതിനുശേഷം നമുക്കൊന്ന് കമ്പാരിസൺ നടത്താം. നമുക്ക് നോക്കാം അത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് വെച്ച് ഉള്ള ഒരു വില. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ അതിൻ്റെ വിലയിലോട്ട് വരികയാണ്. ശരിക്കും നമുക്കൊരു 20 വർഷം കണക്ക് കൂട്ടുക ഒരാളുടെ ആയുസിൽ. നമുക്കറിയാം റബ്ബറിന് ഞാൻ പെട്ടെന്നൊന്ന് പറയാണ്, റബ്ബർ നമ്മൾ വെച്ച് 10ാം വർഷമാണ് ഇപ്പോഴത്തെ പുതിയ വെറൈറ്റി 414 430 ഒക്കെയുള്ള മരങ്ങൾ 10ാം വർഷമാണ് നമുക്ക് സാമാന്യം ഒരു ഇൻകം കിട്ടി തുടങ്ങുന്നത്, ഈൽഡ് കിട്ടുന്നത്. പിന്നെ നമ്മളൊരു 12 വർഷം 13 വർഷമാണ് ഷെയ്ഡ് ഇട്ട് വെട്ടുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരു 23 വർഷത്തെ ഒരു പ്രോജക്റ്റാണ് ഒരു റബ്ബർ. നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്പാനാണ് റബ്ബറിനുള്ളത് ഉള്ളത്. അതിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് ഞാൻ ഇപ്പം ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞേക്കാം. ഈ 23 വർഷം നമ്മൾ കൃത്യമായിട്ടും കർഷകൻ പലപ്പോഴും കണക്കുകൾ സൂക്ഷിക്കാൻ താല്പര്യപ്പെടുകയല്ല. നമ്മൾ റബ്ബറിന് തൈ മേടിക്കുന്നതും കുഴി കുത്തുന്നതും വളവിടുന്നതും അത് ചീക്ക് തേക്കുന്നതും പിടിച്ച് കെട്ടുന്നതും മറിഞ്ഞു പോകാതെ പിടിച്ച് കെട്ടുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊരു കണക്ക് ഈ 10 വർഷത്തെ എഴുതിയിട്ടാൽ ഈ കർഷകന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, LICയിൽ മുടക്കിയെന്ന പോലെ തന്നെ പൈസ മുടക്കി വെച്ച് ഒരു കാലഘട്ടത്തിൽ ആ പൈസ തിരിച്ച് കിട്ടുമെന്ന് പറയുന്ന ഒരു സംഭവമേ വരുന്നുള്ളൂ. അല്ലാതെ മിച്ചമൊന്നും കിട്ടുന്നില്ല. ഒരേക്കറിൽ നിന്ന് ഞാൻ പറയുന്നു 200 രൂപ റബ്ബറിന് വിലയുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നെന്ന് പറഞ്ഞാൽ 20 25 രൂപയെ ഒരു കൊല്ലം ഒരേക്കറിൽ നിന്നുള്ള ഇൻകം കിട്ടുള്ളൂ. അത് നമ്മൾ ആ കണക്ക് മനസ്സിലാക്കുമ്പോൾ ശരിക്കും റബ്ബർ കൃഷി ഒരു ആദായകരമായ ഒരു കൃഷിയല്ല. അപ്പോൾ ആ ഒരു സ്പാൻ ഞാൻ തേക്കിലേക്ക് വെക്കുകയാണ്. ഒരു 23 വർഷം എന്നുള്ള ആ ലൈഫ് സ്പാൻ തന്നെ തേക്കിന് അത് നമ്മൾ ഇങ്ങനെ കണക്ക് കൂട്ടുക. അമിതമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ഒരു 3 ഇഞ്ച് വെച്ച് നമുക്ക് വളർത്തിയെടുക്കാം. 3 ഇഞ്ച് വെച്ച് വളർത്തിയെടുത്താൽ നമുക്കൊരു 60 ഇഞ്ച് ഫുള്ളായിട്ട് കിട്ടത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞു തേക്കിന് ഗ്രേഡ് ഉണ്ട്, ABC എന്ന് പറഞ്ഞ് ഗ്രേഡ് ഉണ്ട്. 60 ഇഞ്ച് 50 ഇഞ്ച് 40 ഇഞ്ച്. അപ്പം നമുക്കൊരു 10 അടിക്ക് ഒരു 60 ഇഞ്ച് വളർത്തിയെടുക്കുക. 10 അടിക്ക് 60 ഇഞ്ച് വളർത്തുക എന്ന് പറയുമ്പം 15 കുബിക്കിട്ട് തടിയാണ് 10 അടിക്ക് 60 എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ 3500 രൂപ വിലയുണ്ട്. ഒരു കർഷകന് കിട്ടുന്നത് 4000 വരെ ഉണ്ട്. പക്ഷേ കർഷകന് കിട്ടുന്നത് ഒരു 3500 രൂപ കിട്ടും. ഇനിയിപ്പോൾ ആർക്കെങ്കിലും തേക്കുന്നടി കൊടുക്കാനുണ്ട്, ഇവിടെ ആരും എടുക്കുന്നില്ല എന്നുള്ള സ്കീമൊന്നും ഇനി ഇവിടെ എടുക്കുന്നതല്ല. കാരണം ഉണ്ടെങ്കിൽ ചേട്ടാനെ വിളിച്ചാൽ ചേട്ടായി എടുത്തോളൂ. തീർച്ചയായിട്ടും പക്ഷേ ഞാൻ അതിനൊരു സ്കീം ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിനെ ഞാൻ ഒരു ക്ലബിൽ അംഗമാക്കുകയാണ്. ഒരു തേക്ക് ക്ലബ് മെമ്പർഷിപ്പ് ഞാൻ തുടങ്ങുക ഈ കൊല്ലം തന്നെ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും കർഷകർക്ക് ഭാവിയിൽ തടി വിൽക്കാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു കോട്ട് കൊടുക്കും. ആ കോട്ട് അംഗീകരിച്ചില്ലെങ്കിൽ അവർക്ക് ആർക്ക് വേണേലും അത് കൊടുക്കാം. ഒപ്പം അത് അസസ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള പലർക്കും പല ബുദ്ധിമുട്ടുണ്ട്. തടി ഉണ്ടെങ്കിൽ അത് എന്ത് വിലയ്ക്കുണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മതിക്കുക എന്ന് പറയും, തടി മതിക്കുക. എല്ലാവരും കൊടുത്തു കഴിയുമ്പോൾ പുരുഷൻ്റെ പൊന്നട വീതി കൂടുതൽ കിട്ടിയാണ്, നീ അത് കൊടുത്തു പോയല്ലോ. അത് പിന്നെ നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരു അപ്പം ഞങ്ങളുടെ ആ ഒരു ക്ലബിൽ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ വാല്യുവേഷൻ നടത്തി കൊടുക്കും. തീർച്ചയായിട്ടും വാല്യുവേഷൻ നടത്തി കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി പറയേണ്ടത് വിലയാണ്. വീണ്ടും അതിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ 23 വർഷത്തെ ഒരു കാലാവധിക്ക് ഞാൻ പറഞ്ഞു 10 അടിക്ക് 15 കുഴിക്കടിയാണ്. അപ്പോൾ 15 3 45 ഏതാണ്ട് 52 രൂപ നമുക്ക് ഈ 10 അടിക്ക് തന്നെ കിട്ടും. 10 അടിക്ക് 60 ഇഞ്ചുള്ള ഒരു തടിക്ക് നമുക്ക് 52,000 രൂപ ഒരു കർഷകന് കിട്ടും. അത് നമ്മൾ ടേപ്പ് പിടിച്ച് ചെസ്റ്റ് ഹൈറ്റിലാണ് നമ്മൾ അളക്കുന്നത്. ഈ വില നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏകദേശം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിലാണ്. ഇപ്പോഴത്തെ മാർക്കറ്റിലാണ്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. കാലം മാറുമ്പോൾ വില മാറും. അത് ചിലപ്പോൾ ഈ 52 10 അടിക്ക് അപ്പം നമുക്ക് 60 ഇഞ്ച് വളർത്തിയെടുത്താൽ നമുക്ക് 52,000 രൂപ കിട്ടും. പിന്നെ ബാക്കി നമ്മുടെ ഹൈറ്റ് അനുസരിച്ചാണ്, മരത്തിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഗ്രേഡ് കുറയും. ഗ്രേഡ് കുറയും.
ആ ഗ്രേഡ് കുറയുന്നതനുസരിച്ച് നമുക്ക് വില കുറവേ കിട്ടുള്ളൂ. 50 ഇഞ്ചാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് വില കുറയും. എന്നിരുന്നാലും നമുക്ക് ആവറേജ് ഒരു 1 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു തേക്ക് വളർത്തിയെടുക്കാം. അതായത് ഒരു മരത്തിൽ നിന്നും ഏകദേശം 1 ലക്ഷം രൂപ 23 വർഷം കൊണ്ട് നമുക്ക് ഏകദേശം 2 കോടി രൂപ 2 കോടി രൂപ, റൈറ്റ്, 2 കോടി രൂപ കിട്ടും. അപ്പോൾ വീണ്ടും അവിടെ ഒരു പ്രശ്നമുണ്ട് ചേട്ടായി, നമുക്കത് 23 വർഷം കൊണ്ടാണ് ഈ 2 കോടി രൂപ കിട്ടുന്നത്. ഈ 2 കോടിനെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വർഷം നമുക്ക് എത്ര രൂപ ആദായം കിട്ടുന്നുണ്ട്? ഈ 23 വരുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു എത്രയാണെന്ന് നോക്കിയേ, ഒരു കണക്ക് 9 ലക്ഷം അല്ലേ, 9 ലക്ഷം രൂപയോളം നമുക്കൊരു വർഷം കിട്ടുന്നുണ്ട്. ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞു, റബ്ബറിൽ നിന്ന് കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഒരിക്കലും പോസിബിൾ ആവില്ല, ഒരിക്കലുമില്ല. ഒരു കൊല്ലം നമുക്ക് 20-25 രൂപയാണ് ഒരു റബ്ബറിൽ നിന്ന് കിട്ടുന്നത്. ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇതൊന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടാണ്, ഇൻകം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇടവിളയായിട്ട് ഇപ്പോൾ ഈ പ്ലാവ് നമുക്ക് അത്യാവശ്യം പണിക്കൂലി, നമ്മുടെ ചെലവ് പ്ലാവിൽ നിന്നും ചക്കയിൽ നിന്നും നമുക്ക് കടന്നു പോകും. ഒരു കൃഷിയും മോശമല്ല, ചെയ്യേണ്ട രീതിയിൽ ചെയ്ത എല്ലാ കൃഷിയും അല്ല. ഇത് വളരെ ഇതിൽ കൂടുതൽ നമുക്കത് ഇപ്പം നമ്മൾ ശരിക്കും അതിശയോക്തിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം 30 വർഷം കഴിയുമ്പോൾ ഈ 2 കോടി എന്നുള്ളത് 6 കോടി കിട്ടും, 7 കോടി കിട്ടുമെന്ന്. പക്ഷേ അന്നേരം പെട്രോളിൻ്റെ വില ഇന്ന് 100 ആണെങ്കിൽ അന്ന് 300 ആയിരിക്കും. സോ ബരാബറാണ് കിട്ടുന്നത്. അവിടെ ഒരു മീനിങ് ലെക്സ് ആണ് ഒരു കണക്ക് കൂട്ടൽ. ഓക്കെ, നമ്മളിപ്പോൾ നമ്മൾ തൈയുടെ വില പറഞ്ഞു, ഏകദേശം നമുക്ക് ഇത്ര വർഷം കൊണ്ട് എത്ര കിട്ടുമെന്നുള്ളൊരു ധാരണയിലേക്കൊക്കെ നമ്മളെത്തി. ഇനി നമ്മളൊരു തൈ എത്ര രൂപയ്ക്കാണ് നമ്മളിവിടുന്ന് കൊടുക്കുന്നത്? ഏതെല്ലാം തരത്തിലുള്ള തൈകളാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മൾ ഈ 7 വർഷമായിട്ട് നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്താണ് തേക്ക് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്. 7 വർഷമായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ടിഷ്യൂ കൾച്ചർ ചെയ്ത ഒരുപാട് തോട്ടങ്ങൾ കേരളത്തിലുടനീളം ഉണ്ടാവും. കേരളത്തിലെ എല്ലാ തോട്ടങ്ങളും പ്ലാന്റേഷൻ അടിസ്ഥാനത്തിൽ വെച്ചിരിക്കുന്ന മൂലച്ചാൽ ബയോടെക്കിലൂടെയാണ്. 100% തോട്ടങ്ങൾ തന്നെ പറയാം. ഞാൻ അതിനെ ഇപ്പം റീസെൻ്റ്ലി വന്ന കാര്യങ്ങളല്ല, 2-3 വർഷത്തിൻ്റെ അകത്ത് ഒരുപാട് നഴ്സറികൾ കയറി വന്നിട്ടുണ്ടാവും, അവർ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. അതെ അതെ. ബട്ട് ഈ ഒരു നമ്മളിവിടെ ചെയ്യുന്ന ഈ ടിഷ്യൂ കൾച്ചർ തൈകൾ ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം, എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? നമ്മളിതിപ്പം കർഷകന് 120 രൂപയ്ക്കാണ് ഇത് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ അടുത്തൊരു ചോദ്യം, ഈ ടിഷ്യൂ കൾച്ചർ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്കെ ആസിഡ് നമുക്ക് ലാബിലാണ് ചെയ്യുന്നതെന്ന് അറിയാം. അതൊരു സൈഡിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ടിഷ്യൂസ്, അതായത് ഇതിൻ്റെ മദർ പ്ലാന്റ്സ് ഏതാണ്, എവിടെ നിന്നാണ് ഇതിൻ്റെ ടിഷ്യൂസ് കളക്ട് ചെയ്തത്, എവിടെ നിന്നാണ്? സാധാരണ ഇപ്പോൾ നമ്മൾ ചെന്നൈ അല്ലെങ്കിൽ പൂനെയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നു, തൈകളെടുത്തുനിന്ന് നമ്മൾ വാങ്ങുന്നു, വിൽക്കുന്നു. ഇതങ്ങനെയാണോ, അതെയോ നമ്മുടെ ഇപ്പം നമ്മുടെ ഇവിടുത്തെ മരത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചത്? ഞാനത് ലിതോഷിന് അത് ഞാൻ തരാം, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. നമ്മുടെ മരങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയും വന്ന് ലാബിൽ നിന്ന് നമ്മുടെ സയൻറ്റിസ്റ്റ് വന്ന് എടുത്ത് പോയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ടിഷ്യൂസ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ വിഷ്വൽസിൽ കാണുന്നത് അതിൻ്റെ ടിഷ്യൂസ് കളക്ട് ചെയ്യുന്ന ആ ഒരു സീനറീസ് ആണ്. അപ്പോൾ ഇവർ ഈ ടിഷ്യൂസ് ഇവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് ശേഷം നമ്മുടെ ലാബിൽ കൊണ്ടുപോയി മൾട്ടിപ്ലിക്കേഷൻ നടത്തി ഇതിൻ്റെ തൈകളാണ് നമുക്കിവിടെ സപ്ലൈക്ക് വരുന്നത്. അതായത് നമ്മുടെ ഇവിടെ ഈ നിൽക്കുന്ന, നമ്മുടെ ഈ കൺമുമ്പിൽ കാണുന്ന ഇതേ വലിയ മരങ്ങളുടെ തൈകൾ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ ചാക്ക് വിരിച്ചിട്ട് ഇവിടെ നിന്ന് വിത്ത് കളക്ട് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഈ തൈകൾക്കാണോ ടിഷ്യൂ കൾച്ചർ തൈകൾക്കാണോ ഗുണം കൂടുതൽ? ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം പല സുഹൃത്തുക്കളും എൻ്റെ ഈ നിലത്ത് കിളുത്തുണ്ടായ തൈകൾ പല 5ഉം 10ഉം കൊണ്ടുപോയി വെച്ച എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവരുടെ തൈകൾ ഞാൻ ചെന്ന് കണ്ടപ്പോൾ നല്ല ഗ്രോത്ത് എൻ്റെ ഈ മുളപ്പിച്ചതിനുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം തൊട്ട് ഈ കായ്കൾ ശേഖരിച്ച് അത് ജർമിനേറ്റ് ചെയ്യിക്കാനുള്ള ഒരു പ്രോജക്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ കൊല്ലം എനിക്ക് കുറച്ച് തൈകൾ അതിൻ്റെ ഉണ്ട്. നമ്മുടെ രണ്ട് പ്രൈസ് റേഞ്ചിലാണോ കൊടുക്കുന്നത്? കാരണം ഒന്ന് നിങ്ങൾക്ക് വളരെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, കാരണം ടിഷ്യൂ കൾച്ചർ വളരെയധികം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ടിഷ്യൂ കൾച്ചർ നമുക്കറിയാം ഒരു 8 മാസത്തെ ഒരു പ്രോജക്റ്റാണ്. നമുക്ക് അതൊരു തൈയായിട്ട് വരണമെങ്കിൽ. പക്ഷേ നമുക്ക് കായ് മുളപ്പിക്കുമ്പോൾ നമുക്ക് ഒരു 2 അല്ല 3 മാസം കൊണ്ട് നമുക്കത് മുളപ്പിച്ച് കൂടയ്ക്കകത്താക്കി നൽകാൻ കഴിയും. ഒപ്പം അതിന് വില എന്ന് പറയുമ്പം ടിഷ്യൂ കൾച്ചറിൻ്റെ അതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്കിത് നൽകാൻ കഴിയും. അതായത് 60 രൂപ തൊട്ട് നമുക്കപ്പോൾ തൈകൾ ഈ സീസണിൽ കിട്ടും, കൊടുക്കാൻ സാധിക്കും. ഇത് തൈകൾ തമ്മിൽ എന്തെങ്കിലും വളർച്ചാ വ്യത്യാസമുണ്ടോ? ഞാനിപ്പം എൻ്റെ പുതിയ ഒരു നിരീക്ഷണം അനുസരിച്ച് എൻ്റെ ഈ മീൻസ് ടിഷ്യൂ കൾച്ചറും എൻ്റെ ഈ സീഡ്ലിങ്സും ഏതാണ്ട് തുല്യ വളർച്ച പോലെയാണ് എനിക്ക് ബോധ്യപ്പെട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത്. പിന്നെ നമുക്കുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ട് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്പർ ഓഫ് പ്ലാന്റ്സ് നമുക്ക് കൾച്ചറാണെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും.
അത് ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പരമാവധി കായ്കൾ നമ്മൾ ശേഖരിച്ച് ഇതിലേക്കും കൂടെ ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ബേസിക്കലി നമുക്ക് 25 വർഷം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യാനും ഇത് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടുന്ന് ഈ കാണുന്ന ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് ഉയരമുള്ള അരയടി അല്ലെങ്കിൽ ഒരടി ഉയരമുള്ള തൈകൾ വാങ്ങി ഇത് വെക്കുന്നതിനുള്ള ബേസിക് പ്രോട്ടോകോൾസ് എന്താണ്? നമ്മൾ കുഴിയെടുത്ത് അടിവളം ഇട്ടാണോ വെക്കേണ്ടത്? അത് എങ്ങനെയാണ് ഒന്ന് വിശദീകരിക്കാം. എപ്പോഴും ഒരു പ്ലാന്റ് വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ ഏറ്റവും നന്നായിട്ട് അതിൻ്റെ അടിവളങ്ങളിട്ട് മേൽമണ്ണ് മാറ്റി വെച്ച് അത് അടിയിലേക്കിട്ട് നമുക്കറിയാം ഏറ്റവും ഒരു പ്ലാന്റിൻ്റെ ഒരു വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് നൈട്രജനും ഫോസ്ഫറസും അങ്ങനെ ഉള്ള മൂലകങ്ങളാണ്. അപ്പം അത് നമ്മൾക്ക് എല്ലുപൊടിയിൽ നിന്നും ചാണകപ്പൊടിയിൽ നിന്നുമൊക്കെ ധാരാളം കിട്ടും. അപ്പം നൈട്രജൻ്റെ കണ്ടൻ്റ് ഉണ്ട്, ചാണകത്തിൽ ധാരാളമുണ്ട്. പലരും കോഴിവളമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ കോഴിവളം നമുക്ക് തീർച്ചയായിട്ടും ഒരു ചൂട് കൂടുതലാണ്. മഴക്കാലത്താണെങ്കിൽ ഉപയോഗിക്കാം, അതർവൈസ് നമുക്കതൊരു ബുദ്ധിമുട്ട് ചെയ്യും. ഞാൻ അടിവളമായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എല്ലുപൊടിയും ഇതുമൊക്കെ നന്നായിട്ടിട്ട് അത് എത്ര നന്നായിട്ട് നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ പരിപാലിക്കാവോ അത്രയും നല്ലതാണ്. നമ്മുടെ എത്ര അടിയുള്ള വലുപ്പമുള്ള കുഴികളാണ് ഇതിനു വേണ്ടി? നമ്മളിപ്പം കർഷകർ 2 രീതിയിൽ, ചിലർ ഫീൽഡ് തയ്യാറാക്കുന്നത് JCB ഉപയോഗിച്ചാണ്. അപ്പം JCB ഉപയോഗിച്ച് ഫീൽഡ് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു ബക്കറ്റ് കുഴി എടുക്കുന്നത് നല്ലതാണ്. ഇനി അതല്ല നമ്മളല്ലാതെ കുഴി കുത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 അടി സ്ക്വയർ കുഴിയാണെങ്കിലും മതി. 1 അടി 1.5 അടിയുടെ കുഴികളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ നമ്മളിത് വെച്ചതിന് ശേഷം വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം മഴക്കാലമാണോ പോസ്റ്റ്? തീർച്ചയായിട്ടും ഒരു ഓണത്തോടുകൂടി, പുതുമഴ അല്ലെങ്കിൽ ഓണത്തോടുകൂടി നമുക്ക് വെക്കാവുന്നതാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഈ ചൈൽഡ് ടൈമിൽ നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? മഴയോട് തുടക്കത്തിൽ നമ്മൾ നനച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വേനക്ക് നമ്മളൊന്നും ചെയ്യാതിരിക്കുക നല്ലത്. വേനക്ക് പലരും എൻ്റെ കർഷകരൊക്കെ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു വലിയ എഫർട്ടാണ്, അതിൻ്റെ ആവശ്യമില്ല. വേനക്ക് ശരിക്കും തേക്കൊന്ന് ഉണങ്ങിയേച്ച് വളരുന്നതാണ് നമുക്ക് നല്ലത്. നമുക്കറിയാം കൂപ്പിലൊക്കെ തേക്ക് തീയിടുകയും ചെയ്യാറുണ്ട്. കൂപ്പ് തേക്കിന് നമുക്കറിയാം അവർ കൂപ്പിൽ തീയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാണികളും മറ്റും നശിക്കാനും അതിനോടൊപ്പം തന്നെ ഇത് ചൂട് ലഭിക്കുമ്പോൾ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് ഇതിനൊരു വളർച്ച നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നമുക്ക് മഴക്കാലത്ത് ഇപ്പോൾ നമ്മുടെ പുതിയൊരു കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് എനിക്ക് തോന്നുന്നത് ഒരു 8 മാസത്തോളം നമുക്ക് മഴ കിട്ടുന്നുണ്ട്. ഈ കൊല്ലമൊക്കെ ഡിസംബർ വരെ മഴ നമുക്ക് കിട്ടിയൊരു കാലമാണ്. അപ്പോൾ ശരിക്കും മരത്തിന് വളർച്ച പഴയ കാലത്തിനേക്കാൾ ഇപ്പം കൂടുതലാണ്. ഞാനിപ്പം എല്ലാം ടാഗ് ചെയ്യാറുണ്ട്, പല മരങ്ങളും ടാഗ് ചെയ്ത് നോക്കിയിട്ട് കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പിലത്തേക്കാളും ഒരു വളർച്ച കൂടുതലുള്ളൊരു കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ വേനക്ക് ഒരു നനയുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് ആദ്യത്തെ ഒരു 2 വർഷം നമ്മളൊന്ന് പള്ളയുടെ കാട് കയറാതെയൊക്കെ ഒന്ന് തെളിച്ചു കൊടുത്തതിന് ശേഷം വർഷം നമ്മൾ എത്ര തവണ വളം കൊടുക്കണം? അതായത് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ മറ്റ് വളങ്ങൾ നമ്മൾ വർഷത്തിൽ എത്ര തവണയാണ് യൂഷ്വലി കൊടുക്കുന്നത്? അത് പക്ഷേ മരത്തിൻ്റെയും ചെടികളുടെ ഒരു സ്വഭാവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു പച്ചക്കറി നട്ടാലും അതിന് നമ്മൾ ആഴ്ചയിൽ ഒഴിച്ചു കൊടുക്കുന്നു, ശരിക്കും 15 ദിവസത്തിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത്രയും നല്ലതാണ്. അത് തന്നെ മരത്തിനും നമ്മൾ എന്തേരം വളം കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ല. പിന്നെ അതൊരു വലിയ എഫർട്ടാണ്. അപ്പം നമ്മളൊരു 2-3 പ്രാവശ്യം വളം കൊടുത്താൽ അത്രയും നല്ലതാണ്. അതെ. അപ്പം ഞാൻ പറഞ്ഞേ അത് ഒട്ടും പുറകോട്ട് പോകണ്ട. നമ്മൾ ആദ്യത്തെ ഒരു 2-3 കൊല്ലം എന്തേരം സംരക്ഷിക്കാവോ അത്ര സംരക്ഷിച്ചാൽ പിന്നീട് അതിൻ്റെ ബാലാരിഷ്ടത മാറിക്കഴിയുമ്പോൾ ആ ഗ്രോത്ത് എല്ലാ കാലത്തിലും കിട്ടും. കാരണം അതിൻ്റെ ഒരു കാരണം ഞാൻ എടുത്തു പറയാണ്, നമുക്ക് ഈ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ചാണകം പുളിപ്പിച്ച് കടലപ്പിണ്ണാക്കൊക്കെ കൂട്ടി കൊടുത്തു കഴിയുമ്പോൾ ഈ വേരുകൾ കൂടുതൽ സ്പ്രെഡ് ചെയ്യും. വളം എവിടെയുണ്ടോ ആ വളത്തിലേക്ക് ആ വേരുകൾ സ്പ്രെഡ് ചെയ്ത് ധാരാളം വേരുകൾ, ആ വേരാണല്ലോ നമ്മുടെ ജീവിതകാലം മുഴുവനുള്ള ഒരു അടിസ്ഥാനം. നമ്മുടെ മനുഷ്യൻ്റെ ബോണിൻ്റെ ബലം പറയുന്ന പോലെ തന്നെ ഈ വേരുകൾ നമുക്ക് ധാരാളം മനൂർ പിന്നീട് വലിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. നമ്മളിപ്പോൾ ഒരു ഏക്കറിൽ 200 ചെടികൾ വെച്ചാൽ 25 വർഷത്തിന് ശേഷം 200 ചെടികൾ നമ്മളെ കൊണ്ട് വെട്ടാൻ സാധിക്കുമോ? അതായത് ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കേടുകളോ അസുഖങ്ങളോ ജനറലി കാണാറുണ്ടോ? അതൊക്കെ ഒരു നല്ല ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം 200 മരവും നിങ്ങൾക്ക് വെച്ചിട്ട് അത് മുഴുവൻ കിട്ടുമെന്ന് പറയുന്നത് അതൊരു മാനിപ്പുലേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയല്ല. നമുക്ക് പല കലാമിറ്റീസ് മീൻസ് കാറ്റുണ്ടാകാം, അങ്ങനെ വന്നിട്ട് നമുക്ക് കുറച്ച് മരങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഒരു 80% അല്ലെങ്കിൽ ഒരു 85% മരങ്ങളും നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ. അതല്ലാതെ നമുക്ക് ജനറലി എന്തെങ്കിലും പുഴുശല്യമോ വണ്ട് ശല്യമോ എന്തെങ്കിലും? എല്ലാ കർഷകർക്കും ഉള്ള ഒരു പ്രധാന സംശയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴ തുടങ്ങുന്ന സമയത്ത് ജൂലൈ മാസത്തിലൊരു പുഴുശല്യം തേക്കിനുണ്ടാകാറുണ്ട്. അതിൻ്റെ ഇലകൾ വന്ന് വെട്ടുകിളി പോലെ വന്ന് പുഴുക്കൾ മുഴുവൻ തിന്നേച്ച് പോകും.
പക്ഷേ കർഷകന് അത് വലിയ ആശങ്കയുണ്ട്. പലരും എന്നോട് വിളിച്ചു ചോദിക്കാറുണ്ട് ഇതിനെന്തെങ്കിലും മരുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് സ്പ്രേ ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ അതൊന്നും ചെയ്യാതിരിക്കുക നല്ലത്. അത് പ്രകൃതി കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു വരം തന്നെയാണെന്ന് പറയത്തുള്ളൂ. കാരണം ആ സമയത്താണ് ഏറ്റവും കൂടുതൽ കാറ്റുണ്ടാകുന്നതും ഈ ഇലഭാരം കൊണ്ട് മരം ഒടിയാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നതും. അതപ്പോൾ ഈ പുഴുക്കൾ വന്ന് പുഴു അത് ആ പുതുമഴയുടെ സമയത്ത് ഇതങ്ങ് നിയന്ത്രിക്കും. പിന്നെ പിറ്റേ ആഴ്ച തന്നെ ഈ ഇലകൾ വീണ്ടും കിളുത്ത് വരും. അപ്പോൾ ദോഷമൊന്നും ഉണ്ടാകുന്നില്ല. ഇല്ല, ദോഷമൊന്നും ഉണ്ടായില്ല. അതിനൊന്നും ചെയ്യേണ്ട. അതെല്ലാ കൊല്ലം വരുന്ന ഒരു പുഴുശല്യമാണ്. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട. മറ്റ് പ്രധാന വെല്ലുവിളികൾ എല്ലാം കവർ ചെയ്തു. മറ്റു വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇല്ല. അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള തൈകൾ കൊടുക്കുന്നത് പറഞ്ഞു. ഒന്ന് ടിഷ്യൂ കൾച്ചർ, ഒന്ന് കുരു മുളപ്പിച്ച തൈകൾ. ഈ ടിഷ്യൂ കൾച്ചർ നമ്മുടെ അറിയാത്ത പ്രേക്ഷകർക്കുണ്ട്. ടിഷ്യൂ കൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ടിഷ്യൂ കൾച്ചർ? വളരെ ഷോർട്ടായിട്ട്. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ അത് കൃത്രിമമായിട്ടുള്ള ഒരു സാഹചര്യം ഒരു മരം വളരാനുള്ളത് നമ്മൾ സൃഷ്ടിക്കുകയാണ്. അത് ഞാൻ പറയുമ്പോൾ അത് ലാബിൽ നമ്മൾ ആൽഗ എന്ന് പറഞ്ഞൊരു മീഡിയത്തിൽ നമ്മൾ നമ്മുടെ മരത്തിൻ്റെ കൂമ്പുകൾ എടുത്ത് വെച്ച് അതിന് ഒരു മരം വളരാനുള്ള എല്ലാ സാഹചര്യവും ആ ഒരു മീഡിയത്തിൽ നമ്മൾ കൊടുക്കുകയാണ്. അതായത് അതിന് വേണ്ട ഹോർമോൺസ്, ഒരു ഗർഭപാത്രം, റൈറ്റ്, ഒരു ഗർഭപാത്രം തന്നെ പറയാം. അത് കൊടുത്തിട്ട് അതിൻ്റെ ഹോർമോൺ കാരിയേഴ്സ്, എൻസൈംസ് എല്ലാം കൊടുത്ത് നമ്മൾ ആ ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പം ഈ കൂമ്പെന്ന് നമ്മൾ എന്താ പറയുക കച്ചിക്കൂണൊക്കെ കിളുക്കുന്ന പോലെ ഈ മീഡിയത്തിൽ ഇത് വളർന്നു വരികയാണ്. വീണ്ടും അത് ഡിവൈഡ് ചെയ്ത് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതിന് ഡിവൈഡ് ചെയ്താണ് ഈ നമ്പർ ഓഫ് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ. അതൊരു പ്രത്യേക എല്ലാം മാനുവലായിട്ട് കൊടുത്ത് നമ്മളൊരു തൈകൾ ഉണ്ടാകും. അപ്പോൾ ശരിക്കും ഇതേ മരത്തിൻ്റെ ഗുണം ഈ തൈകൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ. ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മുടെ ഇവിടുത്തെ മില്ലിൽ നിന്നുള്ള തടികൾ ഫാമിലി ആയിട്ട് നിങ്ങൾ UK-ലാണ്? ഇല്ല, ഞാൻ സ്റ്റേറ്റ്സിലാണ്. ഓക്കെ. അവിടെ നമുക്ക് ശരിക്കും എന്താ നമ്മളിവിടെ തടി ചെയ്യുന്നതുകൊണ്ട് ചോദിക്കുന്നതാണ്. അവിടെയും തടിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് എക്സ്പോർട്ടിങ് അതിൻ്റെ ഒരു സാധ്യതയാണ് ഞാനിപ്പം മുന്നിൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അമേരിക്കയിൽ ഞാൻ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്, എവർഷൈൻ സർഫസസ് എന്ന് പറഞ്ഞ്. നമ്മുടെ വുഡൻ ഫ്ലോറിങ് തേക്കിന് നല്ലൊരു ഡിമാൻഡുണ്ട്. ഡെക്കിങ്, അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന ഡെക്കിങ് മീൻസ് അവർ ഈ ഇതിൻ്റെയൊക്കെ സ്വിമ്മിംഗ് പൂളിൻ്റെയൊക്കെ സൈഡിലിടുന്ന ഡെക്കിങ്ങും ഒക്കെ തേക്ക് വളരെ പ്രിയമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു ഷോർട്ടായിട്ട് പറയാം. നമുക്കറിയാം 2014 ബർമയിലെ കാടുകൾ വെട്ടി കടത്തിക്കൊണ്ടിരുന്നത് കാർബൺ എമിഷൻ്റെയൊക്കെ പോളിസി വെച്ചിട്ട് അത് വെട്ടാൻ പറ്റില്ല എന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞ് പുറംകടലിൽ ഷിപ്പ് ചെയ്ത കപ്പലുകൾ പോലും തിരിച്ചു വിളിച്ച് 2014 തിരിച്ചു വിളിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്കൊരു വലിയൊരു പ്രൊമോഷൻ കിട്ടിയത്. നമ്മുടെ തേക്കിന് ഒരു 30% അപ്പം തന്നെ വില കയറി. അപ്പം നമ്മൾ ഈ പ്ലാന്റ് ചെയ്യുന്ന തേക്കിന് അതിനൊരു പ്രത്യേക ഒരു പ്രൊമോഷനുണ്ട്. അതായത് അമേരിക്കയ്ക്കുള്ള ഒരു പോളിസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാന്റേഷനെ നമുക്ക് മുറിക്കാൻ പറ്റുള്ളൂ, കാട് മുറിച്ച് പറ്റില്ല. അപ്പം ബർമക്കാർ ബർമ കോൺട്രാസ് കലാപകാരികളൊക്കെ കാട് മുറിച്ച് ചങ്ങാടത്തെ കയറ്റി അത് പുറത്തോട്ട് കടത്തിക്കൊണ്ടിരുന്നു. അത് 2014 നമ്മൾ ഗ്ലോബലി നിരോധിച്ചു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യത്തോട് അത് കയറാതെ വന്നു. അപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ തേക്കിന് നല്ലൊരു മാർക്കറ്റ് അമേരിക്കയിൽ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു സാധ്യത മറ്റു രാജ്യങ്ങൾക്കും ഇല്ലേ? ഇന്ത്യൻ തേക്കല്ലാതെ മറ്റു രാജ്യക്കാർക്കും തേക്ക് വളർത്തി അവിടെയാണ്. അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഞാനത് പറയാൻ വിട്ടുപോയി. അത് ദോഷ പറയുകയാണെങ്കിൽ തേക്ക് വളരുന്ന ഏതാനും പോക്കറ്റുകളിലെ ഈ ഭൂമിയിലുള്ളൂ. അതായത് അത് ഞാൻ എടുത്തു പറയാം. ഒന്ന് ബർമ, പിന്നെ നമ്മുടെ കേരളം, പിന്നെ ചന്ദ്രപ്പൂർ കാടുകൾ, ബലാഷ എന്നൊക്കെ പറയും. ഞാൻ അതിൻ്റെ ഒരു കൾച്ചർ ഞാൻ ചെയ്യുന്നുണ്ട്. ബലാഷ എന്ന് പറഞ്ഞ് നല്ല ഗ്രെയിൻസ് ഉള്ള തേക്കാണ്. അതിൽ നല്ലൊരു മാതൃവൃക്ഷത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആഫ്രിക്കൻ കൺട്രീസാണ് തേക്കുള്ളത്. ടാൻസാനിയയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 4-5 പോക്കറ്റ് ലോകത്ത് തന്നെ തേക്ക് വളരുന്നുള്ളൂ. ബാക്കി എല്ലാ വൃക്ഷങ്ങളും പല ഏരിയകളിലും ഫ്രൂട്ട്സും ഒക്കെ വളരും. പക്ഷേ ഈ തേക്കിനുള്ള ഒരു പ്രൊമോഷൻ, ക്വാളിറ്റി തീർച്ചയായിട്ടും അതിൽ ക്വാളിറ്റി ഉള്ള ഒരു തേക്ക് എന്ന് പറയുന്നത് എനിക്ക് ദുബായിക്ക് എക്സ്പോർട്ട് ഉണ്ടായിരുന്നു. ഫ്ലോറിങ് ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഒരു അമേരിക്കൻ കമ്പനി നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് തന്നത് നിങ്ങളുടെ തടി, അതായത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഞാവളിൽ പുരയിടത്തിലെ തേക്കാണ് ഞാൻ സാമ്പിൾ കൊടുത്തത്. അത് അവർ റിപ്പോർട്ട് തന്നത് ലോകത്തിലെ 1ാമത്തെയോ 2ാമത്തെയോ തടിയാണ് നിങ്ങളുടെ തടി ഈ തേക്കെന്നാണ് അവർ റിപ്പോർട്ട് തന്നത്. അത് 1ാമത്തെ തടി എബണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വടക്കൻ അമേരിക്കൻ കാടുകളിലൊക്കെ കാണുന്ന എബണി എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് വുഡുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ തടിയാണെന്നുള്ളൊരു റിപ്പോർട്ട് അവർ തന്നു. അത് നമുക്കൊരു വലിയ ഒരു മൈലേജാണ്. ഒപ്പം ഞാൻ പറയുന്നു
നമ്മുടെ ആഭ്യന്തരമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ 2014 നമ്മൾ 4500 കോടി രൂപയുടെ തേക്കാണ് ഇമ്പോർട്ട് ചെയ്തത്. ആ കൊല്ലം മുതൽ ഇത് നിരോധിച്ചു. അതുകൊണ്ട് നമുക്ക് ആ പൈസ ഇവിടെ കിട്ടാനായിട്ട്, കർഷകന് കിട്ടാനായിട്ടുള്ളൊരു വലിയ സാധ്യതയുണ്ട്. ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അറബിക്ക് എണ്ണ കിട്ടിയ പോലെ തന്നെയാണ് കേരളക്കാരന് തേക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതറിയുന്നില്ല, പക്ഷേ അത് നമുക്കറിയാം. ചേട്ടയുടെ കച്ചവടത്തിന് വേണ്ടി പറയുന്നൊന്നും അല്ലല്ലോ. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റ് ബിസിനസ്സുകൾ ഉണ്ടല്ലോ, ഞാൻ ഇതൊരു ബിസിനസ്സായിട്ട് തന്നെ എടുത്തിട്ടില്ല. തീർച്ചയായിട്ടും ഒരു കാർഷിക മനോഭാവമുണ്ട്. ഞാൻ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വളർന്നുള്ള ആളാണ്. അപ്പം ഇവിടെയുള്ള സാഹചര്യം വെച്ച് നമുക്ക് പറ്റുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ തൊടിയിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്തത്. അതിൻ്റെ അകത്ത് കർഷകർക്ക് എന്ത് ഗുണം കിട്ടുമോ അത് ആ ഒരു ഇതിലാണ് ഞാനിപ്പം ഈ തൈകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നമുക്ക് ആഭ്യന്തരമായിട്ടും തേക്കിൻ്റെ ഇപ്പോഴും ഷോർട്ടേജാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഒരു പോളിസി എടുത്തിരിക്കുന്നത് നമുക്ക് ഉരുപ്പടിയായിട്ടേ പുറത്തോട്ട്, അതായത് ഫർണിച്ചർ ഉരുപ്പടിയായിട്ട് നമുക്ക് പുറത്തോട്ട് കയറ്റാൻ പറ്റും. ഉരുൾ കയറ്റാൻ പറ്റുന്ന ഒരു നിയമം ഇപ്പോഴും ഇല്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആഭ്യന്തരമായിട്ട് തന്നെ ഉൽപ്പാദനമുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ കൂടുതലും മരങ്ങൾ കയറ്റിവിടുന്ന തമിഴ്നാട്, കർണാടക, ആന്ധ്ര മുതലായ സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ ആഭ്യന്തരമായിട്ട് കയറ്റിവിടുന്നുണ്ട്. അത് തന്നെ ഇവിടെ ഷോർട്ടേജാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തിക്കാൻ ടൈം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പുറത്തോട്ടുള്ള ചിന്തിക്കാൻ സമയം കിട്ടുന്നത്. പക്ഷേ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് മീൻസ് ഫർണിച്ചർ, വുഡൻ ഫ്ലോറിങ്, ഡെക്കിങ് ഇങ്ങനെയുള്ളതിന് നല്ലൊരു സാധ്യത ഒരുപടിയായിട്ട് കയറ്റി വിടുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ ഇത് ഇവിടുത്തെ ചേച്ചിയാണ്. ചേച്ചി ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നതാണ്. ചേച്ചി തന്നെ വെച്ചൊരു മരമാണല്ലേ ചേച്ചി? അപ്പോൾ നമുക്ക് അതിൻ്റെ അളവൊന്ന് നോക്കാം. ഇപ്പോൾ അത് ഏകദേശം 40 ഇഞ്ച് കഴിഞ്ഞിരിക്കുന്നു. എത്ര വർഷമായ മരമാണ് ചേച്ചി? 7 വർഷം 8 വർഷം 7 വർഷം കഴിഞ്ഞൊരു മരമാണ്. നമുക്ക് ഇത് ഇവരുടെ ഒരു തേക്ക് പ്ലാന്റേഷൻസ് ആണ്. നമുക്ക് ഒരു മരം കൂടി ഒന്ന് അളന്ന് നോക്കാം, തൊട്ട് അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെയും കൂടി ഏകദേശം നമുക്കൊരു വലിപ്പം അറിയാം. ഈ മരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് എടുത്ത് പറയാനുള്ളത്, ഈ ഒരു വണ്ണം ഇതാ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതേ പൊക്ക് വളരെ ഹൈറ്റിലാണ് ചെന്നതിന് ശേഷമാണ് എകരങ്ങൾ പോകുന്നത്. അതായത് വളരെ യുണീക്കായ ഒരു സൈസ് ഈ മരത്തിന് വരുന്നുണ്ട്. അതിവിടെയുള്ള മറ്റ് മരങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ താഴെയുള്ള വലിയ മരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ കാണിക്കാവുന്നതാണ്. അത് ചൂട്ടിലുള്ള അതേ ഒരു വണ്ണം എങ്ങനെയാലും ഒരു 15-20 അടി വരെയും വളരെ യുണീക്കായിട്ടൊരു സൈസിൽ പോകുന്നുണ്ട്. ചേച്ചി അടുത്ത മരത്തിൻ്റെ ചൂട്ടിലേക്ക് എത്തിയോ ചേച്ചി? ഈ മരം ആ ഒരു സൈസിലേക്ക് വരുന്നുണ്ടോ ചേച്ചി? ഉണ്ട്. ഇതും ഏകദേശം ഒരേപ്പം വെച്ച മരങ്ങളാണ്. ഇതും ഏകദേശം 40 ഇഞ്ചോളം വന്നിട്ടുണ്ട്. അതെ, 40 ഇഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഇത് മൊത്തം ഇവിടെ എത്ര മരങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ? 300ഓളം മരങ്ങൾ. 300ഓളം മരങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ ഒരുപാട് മരങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. 80ഓളം വലിയ മരങ്ങളുണ്ടല്ലേ ചേട്ടായി? 80ഓളം വലിയ മരങ്ങളുണ്ട്. അതിലൊരു മരമാണ്, അതിൻ്റെ ഒരു അളവാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഏകദേശം എത്ര ഇഞ്ചാണ്? ഞാനൊരു പെട്ടെന്ന് തന്നെ ഒരു അളവ് പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ പറയാം, കർഷകർക്കാണെങ്കിലും അത് മനസ്സിലാവുമല്ലോ. ഒരു തടി അളക്കുമ്പം നമ്മൾ അതിൻ്റെ ചോട്ടിലത്തെ ഒരു വണ്ണം എടുക്കുക, ഒരു 4-5 അടി പൊക്കത്തിൽ. ഇതിപ്പം നമ്മൾ കാണുന്നത് 8 അടിയാണ്. 8 അടിയാണ് ഈ ടേപ്പിൽ നമ്മൾ അളക്കുമ്പോൾ. ഇത് 8 അടി കഴിഞ്ഞിട്ട് 4 ഇഞ്ച് അടുത്ത് വരുന്നുണ്ട്. അപ്പം ഒരടി എന്ന് പറയാൻ 12 ഇഞ്ച്. 12 × 8 12 96 4 100 ഇഞ്ച് ഈ തേക്കുള്ളത്. ഇത് ഇനി ഇതിൻ്റെ ഗ്രേഡ് ഇത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇവിടുന്ന് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇരട്ടിച്ചിട്ട് ഒരു 10 അടി ഹൈറ്റിൽ നമ്മൾ അതിൻ്റെ ഒരു കുബിക്കടി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ആ കുബിക്കടി എടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതിനെ ഗ്രേഡ് തിരിക്കുകയാണ്. അപ്പം ഒരു തടി ഒന്നായിട്ടല്ല അളക്കുന്നത്, പല രീതിയിലാണ് നമ്മൾ വീഡിയോയിൽ സൂചിപ്പിച്ചത്. അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗ്രേഡ് തിരിച്ച് അളക്കും. എന്നാലാണ് യഥാർത്ഥ കുബിക്കടി നമുക്ക് കിട്ടും. ഒരു മരത്തിന്റെ യഥാർത്ഥ കുബിക്കടി കിട്ടണമെങ്കിൽ 2 അളവ് അളന്നാൽ, നടുക്കളന്നാൽ കുബിക്കടി കുറഞ്ഞു പോകും. നമുക്കിപ്പോൾ ഈ ഒരു മരത്തിന്റെ ഈ ഒരു സിംഗിൾ ഹൈറ്റ്, അതായത് ശിഖരങ്ങളിൽ ആദ്യം ഒരേ വണ്ണത്തിൽ ഏകദേശം എത്ര അടി വരെ ഉയരത്തിലുണ്ടാവും? ഇതിപ്പോൾ ഒരു 50 അടി ഹൈറ്റിലാണ് ഈ മരത്തിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു 30 അടി കൂടെ ഈ മരത്തിന് ഹൈറ്റ് ഉണ്ട്. അതിനാണ് അങ്ങനെ നമ്മൾ നിലത്ത് നിന്നാണ് ഒരു മരത്തിൻ്റെ മതിപ്പെന്നാണ് നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ തടി മതിക്കുക എന്ന് പറയും. അത് നമ്മുടെ കണ്ണിൽ കയറണം, അല്ലെങ്കിൽ കർഷകനും നഷ്ടം വരും, കച്ചവടക്കാരനും നഷ്ടം വരും. നമുക്കിവിടെ ഇവിടെയുള്ള തേക്ക് മരങ്ങളെല്ലാം ഏകദേശം ഈ ഒരു 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 സംവിധാനത്തിലാണ് അല്ലേ വന്നിരിക്കുന്നത്. കാരണം ഏത് മരങ്ങളിലേക്ക് അകലെ നിൽക്കുന്ന ഏത് വലിയ മരങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ്. ഞാൻ ഇതിനൊരു പ്രത്യേക പേര് തന്നെ എൻ്റെ ഈ പുരയിടത്തിലെ മരത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട്. ഏറ്റുരുൾ വെള്ളത്തേക്ക് എന്നാണ് പറഞ്ഞത്. ഏറ്റുരുൾ എന്ന് പറഞ്ഞാൽ ഒരേ ഉരുളാണ്. അതായത് ഒരു ചുവട് മുതലും മോള് വരെ ഒരേ രീതിയിലാണ് ഇവിടുത്തെ തേക്കുകളുടെ ഒരു വളർച്ച.
ടേപ്പറിംഗ് ഇല്ല. ടേപ്പറിംഗ് മീൻസ് മുകളിലോട്ട് പോകുന്നതോറും വലിപ്പം കുറയുന്നില്ല. വരുന്നത്. അതാണ് ഈ മരങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കുബിക്കടി കൂടുതൽ കിട്ടും. ക്യുബിക്കടി കൂടുതൽ കിട്ടും. കാരണം ഒരു മരത്തിനും ഇതാ നമ്മളിതിൻ്റെ ഈ ഒരു ചോട്ടിൽ ഈ ഒരു സൈസാണ് ഈ മരത്തിനെങ്കിൽ ഇതാ അങ്ങ് ഒരു 30, 40, 50 അടിയിൽ ഉയരത്തിൽ ഒരേ സൈസിലാണ്. അതങ്ങനെ ആ ഒരു മരങ്ങളല്ല. നമ്മളത് ക്യാമറ എങ്ങോട്ട് മാറ്റിയാലും എല്ലാ തേക്ക് മരങ്ങൾക്കും ഒരേ ഉയരം, ഒരേ വണ്ണം. അതായത് അതിൻ്റെ ചോട്ടിലെ ഒരു വണ്ണം, ഈ കാണുന്നൊരു ചുവട് ഇതാ ഇതൊരു ഒരു മരം, ഇത് മറ്റൊരു മരം. ഈ 2 മരങ്ങളുടെ ഇതാ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്തിലൊരു 30 അടി വരെ ഒരേ വണ്ണം. തൊട്ടിപ്പുറം നിൽക്കുന്ന മറ്റൊരു മരത്തിനും അതേ സ്കീമിൽ തന്നെയാണ് പോയിരിക്കുന്നത്, വളരെ ഉയരത്തിൽ. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് മറ്റു മരങ്ങളും ഇപ്പോൾ ഒന്നും നമ്മൾ മുറിച്ച് കളയുന്നില്ല അല്ലേ ചേട്ടാ? എല്ലാ മരങ്ങളോടും ഒരു ഇഷ്ടമുണ്ട്, അതുകൊണ്ടൊന്നും നമ്മൾ മുറിക്കാറില്ല. എന്തായാലും അതിമനോഹരമായ ഒരു തേക്കൻ തോട്ടം എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. പ്രത്യേകിച്ച് ഇതേപോലെ വളരെ യൂണിഫോമിറ്റിയുള്ള, കണ്ടതിൽ ഏറ്റവും നല്ല, ഏറ്റവും മികച്ച തേക്ക് എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ചെറിയൊരു സംശയം, നമ്മളിപ്പോൾ ഈ ഇത്രയും തോട്ടങ്ങൾ നടന്ന് കണ്ടു, നമ്മളിവിടുത്തെ വിത്തെടുത്ത് മുളപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ നോർമലി പോളിനേഷൻ എന്നൊരു മാറ്ററാണ്. നമുക്കിതിപ്പോൾ ശരിക്കും നമ്മളൊരു ചെറിയൊരു പുരയിടത്ത് ഇപ്പോൾ 1 ഏക്കർ 2 ഏക്കർ സ്ഥലത്താണ് നിൽക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും അവിടെ ക്രോസ് പോളിനേഷനുള്ള സാധ്യതയുണ്ട് മറ്റ് തേക്കുകളിൽ നിന്നുള്ള. അങ്ങനെ ഒരു സംവിധാനമില്ല. കാരണം അത് സീഡ്ലിങ്സ് ആണല്ലോ. കുരു മുളപ്പിച്ചെടുക്കുമ്പോൾ ക്രോസ് പോളിനേഷൻ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? അത് പറയുമ്പോൾ ഇതിപ്പം എൻ്റെ ഈ പുരയിടം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 25 ഏക്കറോളം പുരയിടം ഉണ്ട്. അതിൻ്റെ ഏതാണ്ട് നടുക്കായിട്ടാണ് നമ്മുടെ ഈ മരങ്ങൾ നിൽക്കുന്നത്. ഓക്കെ. അപ്പം പുറമെ ഇതിനോടടുത്ത് മറ്റ് മരങ്ങൾ, കല്ലന്തേക്ക്, നമ്മൾ പറയും കല്ലന്തേക്കുകളൊന്നും ഇത് മുരടിച്ചു പോകാൻ, മീൻസ് പോളിനേഷൻ നടന്ന്, ക്രോസ് പോളിനേഷൻ നടന്ന് മുരടിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഈ മരങ്ങൾക്കില്ല. ഇതിന് ചുറ്റിലും മറ്റ് മരങ്ങളില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നമ്മുടെ അടുത്ത് ഒറ്റ വെറൈറ്റി മാത്രമേ ഉള്ളൂ. ഒറ്റ വെറൈറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ പോളിനേഷൻ കൃത്യമായിട്ട് ഒന്നുമില്ല. ഇതിൻ്റെ തന്നെ ആ പ്യുവർ വെറൈറ്റി, അത് 100 കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്ന മരങ്ങളാണെങ്കിൽ അതിൻ്റെ ആ വിത്തുകൾ അതേ ഗുണത്തോടു കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്പം ലെങ്തി ആയി പോയെന്ന് അറിയാം. കാരണം നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് ഇതിൻ്റെ ഭാവി എന്താണ്, തേക്ക് കൃഷിയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ തേക്ക് തൈകൾ വേണ്ടവർ നേരിട്ട് നമ്മുടെ മുലച്ചലയിൽ നഴ്സറുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരിക്കലും നഷ്ടമല്ല. കാരണം അതേപോലെയാണ് ആ ഒരു തോട്ടം. എല്ലാവരും പോയി കണ്ട് കൃഷി ചെയ്യേണ്ട ഒരു തോട്ടമാണ്. അപ്പോൾ വേണ്ട കർഷകർക്ക് അവിടെ പോയാൽ അത് കാണാനുള്ള ഒരു സൗകര്യം അവർ ഒരുക്കി തരുന്നതാണ്. തൈകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ട് തന്നെ വാങ്ങാം. മദർ ഫാം കണ്ട് വാങ്ങാനുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.